ലൈഫ് ഇൻ പാലക്കാട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മീൻകാരൻ ചേട്ടൻ മീനുമായിട്ട് വന്നു. മത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഒന്ന് 1 കിലോ വാങ്ങാൻ. ചെറിയ മീനായതുകൊണ്ട് പീര വെക്കാൻ നല്ലതാണെന്ന് അമ്മ പറഞ്ഞു. കുറേ ആയില്ല ഉണ്ടാക്കിയിട്ട്. മീൻ പീരയൊക്കെ ഉണ്ടാക്കുന്നതിന് ചെറിയ മത്തിയാണ് നല്ലത്. അപ്പോൾ മീൻ പീര എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: മത്തിയുടെ തലയും വാലും കളഞ്ഞ് നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. കുഞ്ഞു മത്തിയാണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊഴുവയോ കിളിമീൻ്റെയോ അയലച്ചമ്പാൻ്റെയോ ഒക്കെ ചെറിയ മീൻ കൊണ്ട് മീൻ പീരയായിട്ട് ഉണ്ടാക്കാം കേട്ടോ. 3/4 ബൗൾ തേങ്ങ ചിരവിയത്, പിന്നെ 4-5 പച്ചമുളക്, കുറച്ച് ചെറിയുള്ളി, 2 വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചി, 2 കുടംപുളി പീസാക്കിയത്, പിന്നെ കരിവേപ്പില. പിന്നെ ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് പീരയ്ക്ക് ആവശ്യമായിട്ടുള്ള അരപ്പുണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ജാറിലോട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 5-6 പച്ചമുളക് ഇട്ട് കൊടുക്കുക, 4-5 ചുമന്നുള്ളി, 2 വെളുത്തുള്ളി, പിന്നെ ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇനി മാറ്റി വെച്ചിരിക്കുന്ന 3/4 ബൗള് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാവേ. ഏറ്റവും എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1/4 ടീസ്പൂൺ മതി. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. കഴുകി വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുത്തിട്ട് ഇനി ഗ്രൈൻഡ് ചെയ്തിട്ടുള്ള ആ അരപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള ഒരു 2 കുടംപുളി പീസാക്കിയത് ഇട്ട് കൊടുക്കാം. നമ്മുടെ നാടൻ കുടംപുളിയാണ് കേട്ടോ, വീട്ടിലുണ്ടായ കുടംപുളിയാണ്. അപ്പോൾ നമുക്കിനി കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ആ ജാറ് കഴുകി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ 1 കിലോ മത്തിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണേ. ഇനി സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഞാൻ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് വേവിച്ചെടുക്കാം. ഇനി ഈ വെള്ളം വറ്റുന്ന വരെ നമുക്ക് വേവിക്കാം, വറ്റിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് മൂടി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മീൻ പീരയുടെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇവിടെ മീൻ പീര വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വാങ്ങി വെക്കാം. ഇതുപോലെ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി പിന്നെ വരാം. ബൈ ബൈ.